എന്താണ് പെൺപട്ട്? പെൺപട്ട് ഇന്ന് ഒരു 80,000-ൽ കൂടുതൽ ജനങ്ങളുടെ ട്രസ്റ്റ് ഉള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. അവരുടെ വീമ് അവർ നെയ്തെടുക്കുന്നു. ഈവൻ ഫ്ലിപ്കാർട്ടിന്റെ ഒഫീഷ്യൽ ഇതില് സ്റ്റോറിയിൽ വരെ ഞങ്ങളുടെ ലോഗോ മാറ്റിയിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്. 350 രൂപ എന്നും പറഞ്ഞിട്ട്. തുളസിയൊക്കെ പ്രിന്റുള്ള ഒരു സാരി അല്ലേ? അപ്പോൾ അതൊക്കെ ഡിഫറെന്റ് ഐഡിയാസ് ആണ്. അതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ തീരുമാനം എടുക്കുന്നത്? ഞാൻ എൻ്റെ കൈ കൊണ്ട് വരച്ച് അങ്ങനെ ചെയ്തെടുത്തൊരു സാരിയാണ് തുളസി സാരി. ഈ സാരിയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പൊ നമ്മുടെ എല്ലാ സാരീസിനും ഓരോ കഥയുണ്ട്. അപ്പൊ ഞങ്ങളൊരു കസ്റ്റമർ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു. ഇൻസ്റ്റാഗ്രാമിൽ പേളിമാണിയുടെ ഒരു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് അയച്ചു. ഇതിന്റെ പേര് ഞങ്ങൾ പേളിന്ന് തന്നെയായിട്ടേക്കുന്നത്. കേരളം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ്സിന് നല്ലൊരു സ്ഥലം തന്നെയാണോ? തീർച്ചയായും കേരളമാണ് ബിസിനസ്സിന് ഏറ്റവും നല്ല സ്ഥലം. ആക്ച്വലി ഞാൻ ബിടെക് സിവിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ്. കേരളത്തിലെ വസ്ത്ര വിൽപ്പന രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനൂപ കൃഷ്ണൻ. പെൺപട്ട് എന്നാണ് അവരുടെ ഒരു ബ്രാൻഡിങ് അറിയപ്പെടുന്നത്. സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കൂടിയാണ് പെൺപട്ട്. എന്താണ് പെൺപട്ട്? പെൺപട്ട് ഇന്ന് ഒരു 80,000-ൽ കൂടുതൽ ജനങ്ങളുടെ ട്രസ്റ്റ് ഉള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാരിയാണ്. ആദ്യം തന്നെ നമ്മളൊരു പ്രീ പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയൊരു ബ്രാൻഡ്, ഒരു ബിസിനസ്സാണ് പെൺപട്ട്. അതുകൊണ്ടാണ് 1 ഇയറിൽ നമുക്ക് പെൺപട്ടിന് ഇത്രയും ഒരു ഫെയിമിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ചുരുക്കി പറഞ്ഞാൽ പെൺപട്ട് നമ്മുടെ ഇത്രയും ജനങ്ങളുടെ മീൻസ് ആ ഒരു ഫാമിലിയുടെ ട്രസ്റ്റ് നമ്മളത്രയും റെസ്പോൺസിബിളായിട്ടും എന്താ പറയുക കൺസിസ്റ്റൻ്റായിട്ടും മുമ്പോട്ട് കൊണ്ടുനടക്കുന്ന ഒരു ബ്രാൻഡ്. അവരുടെ സജഷൻസിനും അവരുടെ പ്രയോറിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സാരീസ് ആണെങ്കിലും ഏത് അറ്റയർ ആണെങ്കിലും ഡ്രീം യുവർ വീവ്സ് എന്നാണ് നമ്മുടെ ടാഗ് ലൈൻ. അപ്പം അവരുടെ വീമ് അവർ നെയ്തെടുക്കുന്നു. അതാണ് പെൺപട്ട്. നമ്മൾ സഹായിക്കുന്നു. ഞാൻ ഈ പെൺപട്ടിൻ്റെ പേജുകൾ എടുക്കുമ്പോഴും ആഡുകൾ എടുക്കുമ്പോഴും ഒക്കെ കാണുന്ന ഒരു മോഡൽ എന്ന് പറയാൻ അത് അനൂപ തന്നെയാണ്. അത് ക്യൂറേറ്റ് ചെയ്യാന്ന് പറയാം അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതെടുക്കുന്നത്? ഒരു കോൺഫിഡൻസ് അല്ലേ? ഞാൻ എടുക്കുന്ന സാരി എനിക്ക് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും ഇത് നല്ലതാണ് അല്ലേ? അത് നിങ്ങൾ മേക്ക് ചെയ്യുന്ന ഒരു സാരി ആയിരിക്കും, അത് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സാരി ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മളെടുത്ത് നമുക്ക് പൂർണ്ണമായും വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? ഇപ്പം നമ്മൾ കോൺ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും നേരത്തെ നമുക്ക് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഒരു രീതി. അപ്പോഴും പെൺപട്ടിനുണ്ടായിരുന്ന ഒറ്റൊരു കാര്യം, ഒരു സാരി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ആ സാരി ഞാൻ ഉടുക്കുമോ എന്നുള്ളൊരു കാര്യം മാത്രം. അതിനുശേഷം നമ്മൾ ആ സാരിയുടെ റേറ്റിലേക്കും അതിൻ്റെ സെയിൽസിൻ്റെ കാര്യങ്ങളിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുള്ളൂ. ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം, ആ സാരി ഞാൻ ഉടുക്കുമോ? അത് ഞാൻ ഉടുക്കുമെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കും. കാരണം എനിക്ക് ബെസ്റ്റായിട്ടുള്ളത് മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ തിരഞ്ഞെടുക്കത്തുള്ളൂ, അത് എന്തായാലും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പം എനിക്ക് രാത്രിയിലും ഉറക്കത്തിൻ്റെ ഇടയിൽ വരെ ഞാൻ എണീറ്റിരുന്നിട്ട് വരക്കാറുണ്ട്. ഈവൻ കൊച്ച് ബേബി ഉണ്ട്, 2.5 വയസ്സായതേ ഉള്ളൂ. അവളുടെ സ്കെച്ച് പെൻ എടുത്തിട്ട് വെറുതെ ഡ്രോയിങ് ബുക്കിൽ വരക്കുമ്പോഴായിരിക്കും എൻ്റെ മൈൻഡിൽ ഏതെങ്കിലും സാരിയുടെ ഐഡിയ വരുന്നത്. അത് വലിയ ഡിസൈനും കാര്യങ്ങളായിരിക്കത്തില്ല, പക്ഷെ എനിക്കൊരു കളർ കോംബോ ഒക്കെ ആയിരിക്കും അന്നേരം എൻ്റെ മൈൻഡിലോട്ട് വരുന്നത്. ഞാനത് മറക്കാണ്ടിരിക്കാൻ അപ്പം തന്നെ അവളുടെ സ്കെച്ച് പെൻ എടുക്കും, അപ്പം തന്നെ വരച്ച് വെക്കും, ഒരു ഫോട്ടോ എടുത്ത് വെക്കും. പിറ്റേന്ന് തന്നെ ഞാനത് ചെയ്തിട്ട് നമ്മുടെ വെണ്ടറിന് കൊടുക്കും, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എനിക്കറിയാം, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു എന്താ പറയാ ഒരു മൈൻഡിന്റെ ആ ഒരു നീഡ്സ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പഠിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പം അതില്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മള് ഇങ്ങനെ ഒരു ആവില്ലായിരുന്നു. അപ്പം അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നതും ഇപ്പൊ അത് സക്സസ് ആയിട്ട് പോകുന്നതും. ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് അത്ഭുതമാണ്. കാരണം ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. മോഡൽസിന് പ്രസന്റ് ചെയ്യാം, കാരണം അവർക്ക് പേയ്മെന്റ് കിട്ടുന്നു, അവർ ചെയ്യുന്നു, അവരങ്ങ് പോകുന്നു. പക്ഷെ അത് ഇത്രയും ആത്മാർത്ഥത്തോടെ ഇത് പറയണമെങ്കിൽ നമ്മളെ തന്നെയാണെന്ന് തോന്നണം നമുക്ക് അല്ലേ? അത് ഞാൻ എന്റെ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്ന് ഞാൻ പറയുവാണ്. ഞാനത് എന്താ പറയാ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ബെസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് ആദ്യം ബിസിനസ് അറിയാത്ത സമയത്ത് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്കിതിൽ സാരീസിന്റെ കൗണ്ട് എന്ന് പറയും.
കൗണ്ട് കുറഞ്ഞ കൗണ്ടും കൂടിയ കൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഞാൻ അറിയാത്ത സമയത്ത് എനിക്കറിയില്ലായിരുന്നു, സീരിയസ്ലി എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പം അന്നേരം ഞാൻ ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ കൗണ്ട് വിറ്റ് പോയിട്ടുണ്ട് അറിയാണ്ട്. ഇപ്പോഴും എനിക്കതിൽ നല്ല സങ്കടമുണ്ട്. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ പല വീഡിയോയിലും ഞാനത് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് പോലുള്ള ഇൻഫ്ലുവൻസിങ് വീഡിയോയിൽ ഞാനത് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും കുറ്റബോധമുള്ള ഒരു കാര്യം, ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ത്രൂ എൻ്റെ കസ്റ്റമേഴ്സ് അന്നേരം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ്, അതായത് 120 കൗണ്ട് അല്ലാണ്ട് ഞങ്ങളൊരു കൗണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കത്തില്ല. അപ്പം കൗണ്ട് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു ഉറപ്പുണ്ട് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ബ്രാൻഡ് ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത് ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സിനെ അല്ല ഫാമിലിനെയാണ്, അവരുടെ ട്രസ്റ്റിനെയാണ്. ഇപ്പം പല കസ്റ്റമേഴ്സും വന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലുള്ള കളക്ഷൻസ് കാണിക്കോ അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരുമോ, അതല്ല, പെൺപെട്ടിൽ എന്താ ഉള്ളത് അത് മതി. ഞാൻ അഹങ്കാരം പറയുന്നതല്ല, എനിക്ക് സങ്കടം വരുന്നുണ്ട് അത് പറയുമ്പോൾ, ഭയങ്കര സന്തോഷത്തിന്റെ സങ്കടം കേട്ടോ. പല കസ്റ്റമേഴ്സും വന്ന് പറയും പെൺപെട്ടിൽ എന്താ ഉള്ളത് ഓണത്തിന് സ്പെഷ്യലായിട്ട്, അത് മതി, എന്താന്ന് വെച്ചാൽ അയച്ചു തരാമോ, മോക്ക് ഏതാ ബെസ്റ്റ് എന്ന് തോന്നുന്നു വെച്ചാൽ എനിക്കൊന്ന് അയക്കും. നമ്മളെ ഇഷ്ടമാണ്, അവർക്ക് കൂടുതലായിട്ട് ആഗ്രഹവും കാര്യമൊന്നും ഇല്ല, നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഒരു മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഇതിലൊക്കെ കടന്നു വരുന്നത്. വിവാഹത്തിന് മുമ്പ് മോഡലിങ്ങിലോട്ട് വന്നിരുന്നോ? വിവാഹത്തിന് മുമ്പ് മോഡലിംഗ് ഞാൻ 2 രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പെജൻസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഷോസ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് പെജൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ്. ഒരുപാട് ഇതിൽ വിന്നേഴ്സ് ആണ്, വിന്നറായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം മിസ്സിസ് ആണ്. അത് എന്താണ്, ഒരു എംപവർമെന്റ് ആണോ സ്ത്രീകൾക്ക്? എംപവർമെന്റ് ആയിരുന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു കാര്യം, എനിക്ക് സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കണം, അതായത് പ്രൂവ് ചെയ്യിക്കണം. കല്യാണം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും. എന്താ പറയാ, നമ്മുടെ സ്വപ്നം ഒരിക്കലും ആർക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ളതല്ല. പിന്നെ നമുക്കൊന്നിനും ഒരു റൈറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഇല്ല, നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിലും മതി, അത് നടന്നോളും. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, അത് നടന്നോളും. എനിക്കത് പ്രൂവ് ചെയ്യണമായിരുന്നു. കല്യാണം ഒന്നിനുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു ബാരിയർ അല്ല. കല്യാണം, കൊച്ച്, ഫാമിലി, അതൊരിക്കലും ബാരിയർ അല്ല. നമുക്ക് ജീവിതത്തിൽ ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്, ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ജസ്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. നമുക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനാണ് ഞാൻ മെയിനായിട്ടും പെജൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ടൈറ്റിൽ വിൻ ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ പെജൻസിൽ ഇറങ്ങുള്ളായിരുന്നു. 2021 തൊട്ട് 24 വരെ പെജൻസിൽ ആക്റ്റീവ് ആയിരുന്നു. എല്ലാ ഇതിലും ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മോഡലിംഗ് കഴിഞ്ഞു, അവിടുന്ന് നേരെ ഈ ഒരു ബ്രാൻഡിങ്ങിലോട്ട് വന്നു അല്ലെ, അങ്ങനെയാണോ? മോഡലിംഗ് ഞാൻ എൻ്റെ ജോലിയുടെ കൂടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ബിടെക് സിവിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഇല്ല, ഞാനുമായിട്ട് യാതൊരു റിലേഷൻ ഇല്ലാത്തൊരു മേഖലയായിരുന്നു ഫാഷൻ ഡിസൈനിങ്. അപ്പം പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു ഫാഷൻ കൺസെപ്റ്റ് ഒക്കെ പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ കോഴ്സ് പഠിച്ചിട്ടില്ല. ബിടെക് സിവിലായിരുന്നു കോഴ്സ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കരിയർ സ്വിച്ച് ചെയ്തു. ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഡിസൈനറായിരുന്നു, പ്രൊജക്ട് മാനേജറായിരുന്നു, അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയാണ് ഈ ഒരു ഷോസും പെജൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബേബി വന്നപ്പം എനിക്ക് കുറച്ചൊരു മെൻ്റൽ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായി, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായി. എനിക്കൊരു എന്താ പറയുക, ഒരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ജോബിൽ നിന്ന്. അതിനുശേഷമാണ് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി, എന്റെ ബ്രാൻഡ് അതിലോട്ട് വരുന്നത്. പെൺപട്ട് ജനിക്കുകയാണ്. ഈ പെൺപട്ട് എന്നുള്ള പേര് എങ്ങനെയാണ് അതിലോട്ട് വന്നത്? എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്. നമുക്ക് എൻ്റെ കുഞ്ഞുണ്ടായപ്പം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ആണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ 2 ജെൻഡറിനുള്ള പേര് കണ്ടുപിടിച്ചു. കുറേ പേര് കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ ഈ 4-5 മാസം കൊണ്ട് ഒത്തിരി പേര് ഞങ്ങൾ ഇരുന്ന് കണ്ടുപിടിക്കും. രാത്രിയും പകലും ഉറക്കത്തിന്റെ ഇടയിലൊക്കെ എണീറ്റിരുന്ന് ഞങ്ങൾ പേര് പറയും. ഞാൻ ചിലപ്പോൾ ഒരു പേര് പറയും, ചേട്ടൻ ചിലപ്പോൾ ഒരു പേര് പറയും, അത് ശരിയാവില്ല. ഓക്കെ, പിന്നെ ചില ഇംഗ്ലീഷ് നെയിമുകള്, കുറച്ച് നീളമുള്ള നെയിമുകള്. പക്ഷെ 2 പേരുടെ മൈൻഡിലൊരു ആശയമുണ്ട്. അതായത്
ഇന്ന് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, എന്നെ കാണുമ്പോൾ ആരും അനൂപയല്ലേ എന്നല്ല ചോദിക്കുന്നത്. പിന്നെ അവരൊരു സെന്റൻസ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പെൺപെട്ടിന്റെ അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറം അവർക്ക് പറയാനില്ല. പെൺപെട്ടിന്റെ അത്രേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അപ്പം അതിനൊത്തൊരു പേര് വേണം. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പം പെണ്ണെന്ന് പറയുമ്പോൾ ഫിമെയിൻ, ആ ഒരു ഫിമെയിൻ എനർജി, ആ ഒരു ഇത് പെണ്ണ്. പട്ട് നമ്മുടെ ട്രഡീഷൻ, എലഗൻസ് അതൊക്കെ കൂടുന്ന പട്ട്. അതിലും നല്ലൊരു പേര് ബ്രാൻഡിന് വേറെ ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് പെൺപെട്ടെന്ന് ഇട്ടു. അത്രയും ആലോചിച്ചിട്ടെടുത്തൊരു പേരാ പെൺപെട്ട്. ഒരു സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഞങ്ങൾക്കത് പറ്റുമോ? കാരണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ പോലും പൈസ ഇറക്കിക്കൊണ്ടൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുറച്ചൊന്ന് ആലോചിക്കും, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരമൊരു സ്ട്രഗ്ലിംഗ് ഒക്കെ പീരീഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ സക്സസ് ആയി പോവോ? പേടിയുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അതിനൊക്കെ കവർ ചെയ്തു പോയത്? ആ ഒരു ടെൻഷൻ നല്ലതാ. എന്താ വെച്ചാൽ നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നതെങ്കിൽ ആ ഒരു ടെൻഷൻ നല്ലതാ. കാരണം എടുത്തു ചാടി നമ്മൾ തീരുമാനം എടുക്കാനുള്ളതല്ല. ഇത് നമ്മുടെ ഫ്യൂച്ചറാണ്. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മളെ ഫ്യൂച്ചറാണ്. അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കാര്യം, ഇനി എന്തൊക്കെ സ്ട്രഗ്ലിംഗ് പീരീഡ് വന്നാലും ഞാൻ നിർത്തില്ല. അത് ഓവർകം ചെയ്യും, പക്ഷെ നിർത്തില്ല. ടെൻഷൻ ഉണ്ടായിരുന്നോന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജൊക്കെ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. കാരണം മോക്ക് അന്നേരം 1.5 വയസ്സേ ഉള്ളൂ. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒറ്റ മുറിയിലായിരുന്നു ഈ ഒരു പെൺപെട്ട് ജനിച്ചത്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ മൈൻഡിലും ഞങ്ങളുടെ ഹോൾ പ്രോസസ്സിലും അത്രയും ചേഞ്ചസും എല്ലാം ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ അധികമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇത്രയും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയതാണ്. അപ്പം ടെൻഷന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു വിൽ പവർ ഉണ്ടായിരുന്നു, ചെയ്തെടുക്കാൻ പറ്റും, ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഫാമിലി തരുന്ന ഒരു സപ്പോർട്ടും എല്ലാം ഇപ്പോഴും അതുപോലെ ഉള്ളതുകൊണ്ട് ദൈവം സഹായിച്ച് നല്ല രീതിയിലെത്തി. ഓക്കെ, ഞാൻ ഒരു സംഭവം പറയാം. കാരണം ഞാൻ പെൺപട്ട് എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് വഴിയാണ്. കാരണം പുള്ളിക്കാരി ഇതുപോലൊരു ഓൺലൈൻ സ്റ്റോർ, പുള്ളിക്കാരി വേറെ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഹസ്ബൻഡ് നല്ല ജോലിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയോ ഒന്നും കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഇങ്ങനെ ബ്രാൻഡിങ് അല്ല, ഇങ്ങനെ ഒരു വസ്ത്ര ഇത് ഓൺലൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ പുള്ളിക്കാരി എടുത്ത റെഫറൻസ് എന്നെ ഷൂട്ടിന് വിളിക്കുന്നു. ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ എനിക്ക് കാണിച്ചു തരുന്ന റെഫറൻസുകൾ കംപ്ലീറ്റ് പെൺപട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് മാത്രം വേറെ അല്ല, ഇതിലൊരു ഐഡന്റിറ്റി ഉണ്ട്. ഈ ഐഡന്റിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം ഈ വീഡിയോ കംപ്ലീറ്റ് ഇതിൽ അനൂപ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് അവരുടെ ബ്രാൻഡിന് അവർ തന്നെ മോഡലായാൽ മതി എന്നാണ് അവരുടേത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ബ്രാൻഡിന് ഞാൻ വേറൊരു മോഡലിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചിലപ്പോൾ അത് താങ്ങില്ല. ചിലപ്പോൾ ഒരു 10 സാരിയൊക്കെ ചിലപ്പോൾ ഒരു മോഡലിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ. അപ്പം ഞാൻ തന്നെ എനിക്ക് ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു വേർഷനാണ് അനൂപ കൃഷ്ണൻ പെൺപട്ട്. അപ്പൊ അതുപോലെ മതി. എനിക്ക് ഓരോ ഷോട്ട് കാണിച്ചു തരും, ഇങ്ങനെ നടന്നു വരുന്നതാണെങ്കിൽ ഇതുപോലെ എടുത്തു തരും. അപ്പൊ നമ്മൾ മനസ്സിലുണ്ടായിരിക്കും ഓക്കെ, അപ്പൊ ഇത്ര ഇൻസ്പയറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് പലരും ഇപ്പോൾ അതെടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ ചേച്ചി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അത് ആക്ച്വലി എൻ്റെ എന്താ പറയാ, എൻ്റെ പ്ലാനിങ് അത് തന്നെ ആയിരുന്നു. എനിക്ക് എംപവർ ചെയ്യണമായിരുന്നു, വിമൻസിനെ എംപവർ ചെയ്യണമായിരുന്നു. അത് ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു ആ കാര്യത്തിൽ. അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു. അതെല്ലാവരും വന്ന് പറയാറുമുണ്ട്. ഇപ്പം ഭാഗ്യനാഥ് പറഞ്ഞ പോലെ പലരും നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞങ്ങളെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താ വെച്ചാൽ, നമുക്കിപ്പം ഹോൾസെയിലായിട്ട് നമ്മൾ പർച്ചേസ് നമ്മുടെ അടുത്ത് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരും ഹോൾസെയിലായിട്ട് ചെയ്യുമ്പം അവർക്ക് വീണ്ടും അവരുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. ലേഡീസാണ് അധികം നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഷൂട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. എൻ്റെ ഫോട്ടോസ് അവർക്ക് യൂസ് ചെയ്യാം, ഞങ്ങളുടെ പെൺപെട്ടിൻ്റെ വീഡിയോസ് അവർക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് അവർക്ക് സെയിൽസ് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ സെയിൽസും കാര്യങ്ങളും കൊണ്ടുപോകാം. നമ്മുടെ അടുത്ത് നിന്ന് അവർക്ക് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കാം. അപ്പം അങ്ങനെ അത് ത്രൂ ഞാൻ കുറച്ചധികം ലേഡീസിന് ഒരു എന്താ പറയുക ബിസിനസ് എന്നുള്ളൊരു
രീതിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എന്റർപ്രണേഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കുറെ പേര് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഹങ്കാരമായിട്ട് പറയുന്നതല്ല, ചിലപ്പോൾ അഹങ്കാരമായിട്ട് നിങ്ങൾ കൂട്ടിക്കോ, കാരണം ഞാനിത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. എനിക്ക് എംപവർ ചെയ്യണം, എനിക്ക് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. അത് അന്ന് ആ ഷോസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴും ഇപ്പം പെൺപെട്ട് തുടങ്ങിയപ്പോഴും എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ കുറിച്ചെഴുതിയ കാര്യമാണ്. എനിക്ക് സ്ത്രീകളെ എംപവർ ചെയ്യണം. നമുക്ക് 1% ആരെങ്കിലും 1% അല്ല, എനിക്ക് ഒത്തിരി പേരെ എംപവർ ചെയ്യണം. കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. തീർച്ചയായും. അപ്പം ഈ ഒരു ഇതില് നമ്മുടെ ഈ കാലഘട്ടത്തിൽ 1 വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്തേ? ഈ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലോട്ട് വരുമ്പോൾ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു അല്ലെ ഈ സോഷ്യൽ മീഡിയ, അപ്പോൾ അത് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ സപ്പോർട്ട് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ പെൺപെട്ടിന്റെ ബ്രാൻഡിങ്ങും ആ ഒരു ഫേസ് ആയിട്ട് എല്ലാവരും എന്നെയാണ് കാണുന്നതെങ്കിലും അതിന്റെ പുറകില് എന്നെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. ആള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുള്ളിയാണ്. അപ്പം ഇത്രയും ആൾക്കാരിലേക്ക് പെൺപെട്ട് എത്താനും നമ്മളെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് മീൻസ് ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ഒരു കാര്യം പുള്ളിയാണ്. പെൺപെട്ടിനെ മാത്രമല്ല, നേരത്തെയുള്ള എൻ്റെ പെജൻസിന്റെയും ഷോസിന്റെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുവാണെങ്കിലും എല്ലാ സ്ത്രീകൾക്കും വേണ്ടതും ഇങ്ങനെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞു ഞാൻ കുറച്ചും കൂടി പ്രീവിയസ് ആയിട്ട് ചോദിക്കാം. അപ്പം വിവാഹം കഴിഞ്ഞ് ഈ മോഡലിങ്ങിലോട്ടൊക്കെ വന്നു. അപ്പം ഇതൊക്കെ നിനക്ക് കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടായിട്ടില്ലായിരിക്കാം, എന്നാൽ പോലും ഉണ്ടാവാം. ഒരു സ്ത്രീ ആയതുകൊണ്ടും ഒരു പെൺകുട്ടി ആയതുകൊണ്ടും തീർച്ചയായും അതുണ്ടാവാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ അന്ന് ഉറപ്പിച്ചിരുന്നോ? ഇല്ല, ഞാനിത് തെളിയിക്കും, ഇതെന്നെ കൊണ്ട് പറ്റും. അത്തരം ആളുകളോടുള്ള ഇപ്പോഴത്തെ മനോഭാവം എന്താണ്? അന്ന് ചോദിച്ചിട്ടുള്ളവർക്ക് ഞാൻ എന്ത് മറുപടിയാണ്? എൻ്റെ സക്സസ് അത്രേ ഉള്ളൂ. എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാനില്ല. കാരണം ഞാൻ വിജയിച്ചു, അത് അവർ കാണുന്നുണ്ട്. അവരെനിക്കിപ്പം എൻ്റെ സ്റ്റാറ്റസ് അവരിപ്പം സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നേരത്തെ ഇതുപോലെ ഷോസിലൊക്കെ പോയപ്പം ഞാൻ നല്ല വണ്ണുണ്ടായിരുന്നു. വർക്കൗട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്തിട്ട് ഇന്ത്യ ടുഡേയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 3 month കൊണ്ട് ഷോസിന് വേണ്ടി മാത്രം ഞാൻ വെയിറ്റ് കുറച്ചിട്ടാണ് ഇതിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അത്രയും ഞാൻ എഫേർട്ട് അതിൽ എത്തുന്നതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ ഞാൻ ആ കാര്യം ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടൈറ്റിൽ വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് എന്നെ ഏഷ്യത്തില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നേടിയെടുക്കും എന്നുള്ളത്. അത് സത്യ. ഞാൻ വിചാരിച്ചു ഞാനത് നേടിയെടുക്കും. അത് ഈ പറയുന്നവർക്ക് അറിയില്ല, പക്ഷെ ഇപ്പം അറിയാം. ഒരു കാസർഗോഡുകാരി എറണാകുളത്ത് വന്ന് ഒരു ബിസിനസ് തുടങ്ങും. ഒരു കാസർഗോഡ് സ്ലാങ് ഒന്നും ഇല്ല കേട്ടോ. അത് കളിയാക്കത്തില്ലേ നിങ്ങളെല്ലാവരും കൂടി? അതുകൊണ്ട് പിടിച്ചു വെക്കെന്താ ഓക്കെ. അപ്പം ഇവിടെ വന്നിട്ട് ഒരു കേരളം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ്സിന് നല്ലൊരു സ്ഥലം തന്നെയാണോ? തീർച്ചയായും കേരളമാണ് ബിസിനസ്സിന് ഏറ്റവും നല്ല സ്ഥലം. നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്ത് പഠിച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ലോകത്തിൽ എവിടെയും ബിസിനസ് ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്. കേരളത്തിൽ നമുക്ക് ചെയ്ത് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട. ഇപ്പോൾ സാരി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം കോട്ടൺ ആണ്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും പറഞ്ഞു കൊടുക്കുന്നത് ഒരു കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെയിൽസ് ഗേൾസിനെ നിർത്തും, അല്ലെങ്കിൽ സെയിൽസ്മാൻ നിർത്തും. ഇത് ഇന്നതാണ്. അത് അവർ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധി അവർക്കുണ്ടാവും. ഇത് ആ പരിധി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം നമ്മൾ മെയിനായിട്ടും ഫസ്റ്റ് തുടങ്ങിയത് ഓൺലൈൻ. ഇപ്പോഴാണ് ഓഫ്ലൈൻ തുടങ്ങിയത്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പം എനിക്കൊക്കെ തോന്നിയ കാര്യം, ഞാൻ പല സൈറ്റുകളിൽ നിന്നും സാരീസൊക്കെ മേടിക്കുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് ഇല്ല. ചിലപ്പം വേറെ ഒരു ഫോട്ടോ ആയിരിക്കും, ഏതാ മെറ്റീരിയൽ എന്നായിരിക്കും. എൻ്റെ ഉള്ളിൽ പല കൺഫ്യൂഷൻസും വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാരി ഞാൻ ഉടുക്കുമോ എന്നുള്ളൊരു ചോദ്യം അതിനുശേഷമേ ഞാൻ എൻ്റെ കസ്റ്റമറിന് കൊടുക്കുള്ളൂ. അപ്പം അതുപോലെ എൻ്റെ കസ്റ്റമറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചോദ്യം ഉണ്ടാവും എന്നുള്ളത് അതെനിക്കറിയാം. എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും എൻ്റെ കസ്റ്റമറിൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ എത്ര റീടേക്ക് എടുത്താലും, ഞാൻ എത്ര സമയം എടുത്ത് അത് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വന്നാലും എനിക്കത് കുഴപ്പമില്ല. എനിക്കത് അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓരോ വീഡിയോയും റിപ്പീറ്റഡ് പോലെ ആർക്കും ഫീൽ ചെയ്യുന്നില്ല. അത് അവർക്കൊക്കെ താല്പര്യമാണ്. അവൻ കസ്റ്റമേഴ്സിനാണെങ്കിലും അതിനെക്കുറിച്ച് അറിയാനാണ് താല്പര്യം. എനിക്ക് ചിലപ്പം പറഞ്ഞിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവോ, അങ്ങനെ ഒരു തോന്നൽ വരും. കാരണം എല്ലാം അധികം മൾക്കോട്ടൻസ് ആണ്. പക്ഷെ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കമന്റ് വരും, അത് പറഞ്ഞില്ല കേട്ടോ, ഇല്ലെങ്കിൽ ലൊക്കേഷൻ മാറിയിട്ടോ. അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു പെൺപട്ടെന്ന് പറയുന്ന ഒരു ഫാമിലി, അത് കസ്റ്റമേഴ്സിനെ ആണെങ്കിലും ഓൺ പ്രൊഡക്ഷനുള്ള സ്റ്റാഫുകളെ ആണെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഫാമിലിയാണ് അല്ലേ? അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട്, ഈവൻ ഇപ്പോൾ നിങ്ങൾ ഒരു കൊറിയർ ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളും സംഭവം കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, കസ്റ്റമേഴ്സ് നിങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു? തീർച്ചയായും ഞങ്ങൾക്ക് ആദ്യം, ഞാനിപ്പോൾ ആ കൊറിയർ ഫെസിലിറ്റിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആദ്യം നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഇപ്പം ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണ്. നേരത്തെ ഇന്ത്യൻ പോസ്റ്റ് ആയിരുന്നില്ല. അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് ഭയങ്കര മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രോപ്പർ ടൈമിൽ കസ്റ്റമറിന് സാധനം ഡെലിവേർഡ് ആകില്ല. നമ്മളടുത്ത് ഐറ്റം സ്റ്റോക്കിലുണ്ടാവും, നമ്മളത് പറഞ്ഞിട്ടായിരിക്കും ഓർഡർ എടുക്കുന്നത്. വിത്തിൻ 4 to 10 days കസ്റ്റമറിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഓർഡർ എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ പേയ്മെന്റ് ചെയ്യുന്നത്. അവരൊരു ഇവന്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അത് കിട്ടില്ല. അവർക്ക് തോന്നുന്ന സമയത്തായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അവിടെ എത്തുമ്പോഴത്തേനും ഐറ്റത്തിൽ ഡാമേജ് ആയിട്ടുണ്ടാവും. ഇവൻ കത്തിയിട്ട് വരെ പോയിട്ടുണ്ട്. ഞങ്ങളടുത്ത് തിരിച്ചൈറ്റം വരുമ്പം തീ കൊണ്ട് കത്തിയിട്ട് ഓട്ടയായിട്ട് വരെ ഞങ്ങളടുത്ത് തിരിച്ച് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, റിട്ടേൺ വന്നിട്ടുണ്ട്. കൊറിയർ വഴി. പക്ഷെ ഇതൊന്നും നമുക്കപ്പം ജസ്റ്റ് ക്വയറി റേസ് ചെയ്യാന്നല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ടൊന്നും നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് മാറി ഇന്ത്യൻ പോസ്റ്റിലേക്ക് ആയപ്പം അവരുടെ ഭാഗത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ള വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഞങ്ങൾ അതിലോട്ട് പോകാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. ഇന്ത്യൻ പോസ്റ്റ് ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്നുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് ഇതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കാണ്ടാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതായത് ഞങ്ങൾ ഇത് ഇന്ന ഡേറ്റിൽ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കും, നമ്മുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കാണ്, നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണമായിരുന്നു, ബെറ്റർ ഫെസിലിറ്റി നമ്മൾ നോക്കണമായിരുന്നു. അപ്പം ആദ്യം തന്നെ ക്ഷമ ചോദിക്കും, നമ്മളിത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതങ്ങനെ എത്തിയില്ല, അവിടെ എത്തിയില്ലെങ്കിൽ ഐറ്റം തിരിച്ചു വന്നു. പിന്നെ ഞാൻ കത്തിപ്പോയ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങളത് തിരിച്ച് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ ഡേറ്റിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് KSRTCയിൽ അയച്ചു കൊടുത്തു. അതുകൊണ്ട് കസ്റ്റമറിന് കറക്റ്റ് ഡേറ്റിൽ അവിടെ കിട്ടി. അപ്പം എല്ലാത്തിനും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെയും കസ്റ്റമേഴ്സ് ഞങ്ങളെ തള്ളിപ്പറയോ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പൊ ഞങ്ങൾ അത്രയും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. സീസണാണ്, ഞങ്ങൾക്കൊരു 1500 to 2000ഓളം സാരീസ് ഞങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു ഒരു സ്റ്റെയിൻ കാരണം. അപ്പം ഞങ്ങൾ ആ ഒരു എണ്ണമല്ല ഞങ്ങൾ നോക്കിയത്, ചെറിയൊരു സ്റ്റെയിൻ ആണ്, കസ്റ്റമറിന് അത് മനസ്സിലാവില്ല. പക്ഷെ അത് കൊടുക്കാൻ ഞങ്ങളുടെ മൈൻഡ് അനുവദിക്കില്ല. ഇല്ല, അങ്ങനെ ഒരു ഞങ്ങളുടെ സ്റ്റാഫ് ആണെങ്കിലും ഞാനാണെങ്കിലും പെൺപെട്ടിനെ ഞങ്ങൾ അങ്ങനെയല്ല ബിൽഡ് ചെയ്തെടുത്തതും ഞങ്ങൾ ഇനി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയല്ല, പ്രോഫിറ്റ് മാത്രം എന്നുള്ള ഒരു രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്തു. നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് ലോസ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സ് അവിടെ പെൻഡിങ് ആയി. ഇപ്പൊ വീണ്ടും ഞങ്ങള് ഒന്നുകൂടി ഇതെല്ലാം ഓർഡർ ആയിരുന്നു, ഇത്രയും ഓർഡർ പെൻഡിങ് ആയി. പിന്നെ അവിടെ ഓർഡർ വരുവാണ് കസ്റ്റമേഴ്സിന്റെ. അപ്പം ഇത് കൊടുത്തിട്ട് നമുക്ക് ഇനിയുള്ള ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ ഇപ്പോഴും കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യം, മനസ്സിലാക്കാൻ പറ്റും സിറ്റുവേഷൻ, ടെൻഷൻ അടിക്കേണ്ട, കൂടുതൽ പ്രഷർ എടുക്കേണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. അതൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്തോ നേടിയെന്നൊരു തോന്നൽ വരുന്നത് ജീവിതത്തിൽ. ശരിക്കും ഈ പൈസയും ഇതൊന്നും അല്ല, ബന്ധങ്ങൾക്കാണ്, വാക്കിനാണ്, വിശ്വാസത്തിനാണ് കൂടുതൽ വിലയെന്ന് മനസ്സിലാവുന്നത്. ഈ സ്റ്റാഫുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ ഒരു സ്റ്റെയിൻ വന്നു, അത് സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒരു ഇമോഷണൽ ഫീലല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അനുഭവിക്കുക? ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങളുടെ ബേസ്. ഞങ്ങളുടെ അത്രയും സ്റ്റാഫ്സാണ് ഞങ്ങളുടെ ബേസ്. അവരില്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, ഈവൻ അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടിയും എനിക്കത് എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ഒരു മിസ്റ്റേക്ക് ചെയ്തു, അത്രേ ഉള്ളൂ, അത് ഞാൻ കളയും. മനുഷ്യരല്ലേ, തെറ്റ് പറ്റും, അത് നമുക്ക് അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ പറ്റും, ഒന്ന് പറഞ്ഞു വിടുക, അത്രേ ഉള്ളൂ, അവരത് നേരായിക്കോളും. കാരണം ഞങ്ങളാക്കിയത് ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ വെൻഡേഴ്സും ആണ്. അപ്പൊ ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയില്ല. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു ഇതായിട്ട് ചോദിക്കും, ഈ സാരി കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ആക്ച്വലി ഈ സാരി പേളിമാണി കൊടുത്തിട്ട് മെറ്റീരിയൽ ഇതല്ല, ഇതിപ്പോ 120 മൾക്കോട്ടനാണ്. അപ്പൊ ഞങ്ങളൊരു കസ്റ്റമർ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ പേളിമാണിയുടെ ഒരു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് അയച്ചു.
അപ്പം ആ ഒരു കസ്റ്റമർ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഫാമിലിയാണ്. അനു ഇത് കൊള്ളാലോ, നമുക്കിത് ചെയ്താലോ എന്ന് ചോദിച്ചു. സജഷൻ എടുക്കും. സജഷൻ എടുക്കും. അങ്ങനെയാണ് ഞങ്ങള് ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങളെയും അങ്ങനെയാണ് കസ്റ്റമേഴ്സ് കാണുന്നത്, ദൈവം സഹായിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാലോ. അങ്ങനെ ചെയ്തു കൊടുത്തൊരു സാരിയായിരുന്നു ഇത്. ഇതിപ്പോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 10 മാസമായി സാരി നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് സെയിൽ തുടങ്ങിയിട്ട്. എനിക്ക് ഇതുവരെയും ഇതിന്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വീഡിയോ ഇട്ടപ്പോ തൊട്ട് ഇത് ആൾക്കാർ സ്വീകരിച്ചു, അവരെ മേടിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും പീസെങ്കിലും സ്റ്റോക്കിൽ വേണം. ഇത് പ്രൊഡക്ഷൻ വരും സാധനം പോവും, പ്രൊഡക്ഷൻ വരും സാധനം പോവും, അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇത്. അപ്പൊ നമ്മുടെ എല്ലാ സാരീസിനും ഓരോ കഥയുണ്ട്. ട്രെൻഡിങ് ആണ്. ഇതിന്റെ പേരും ഞങ്ങള് പെളിന്ന് തന്നെ ഇട്ടേക്കുന്നത്. പെളിമാണി ആക്ച്വലി അന്ന് കമന്റ് ഇട്ടായിരുന്നു ഞങ്ങളുടെ ഒരു സാരിയുടെ ഓപ്പണിംഗ് വീഡിയോന്റെ ഇതിന്. ഇപ്പോൾ ഓണം സീസണായി, നിങ്ങൾ സീസൺ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഓണം എന്ന് മാത്രമല്ല, ഇപ്പോൾ പലതരം സീസൺസ് വരുന്നുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള വീഡിയോകളിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുളസി പ്രിൻ്റുള്ള, തുളസിയൊക്കെ പ്രിൻ്റുള്ള ഒരു സാരി അല്ലേ? അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് ഐഡിയാസാണ്. അതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ തീരുമാനം എടുക്കുന്നത്, ഇത്തവണ ഇങ്ങനെ ചെയ്യാം? തുളസി ഞാൻ കുറേ ആലോചിച്ചിട്ട് അതിന്റെ കുറേ കളർ കോമ്പോ ഞാൻ നോക്കി. പക്ഷെ എവിടെ ഇല്ലാത്തൊരു കളർ കോമ്പോ കൊണ്ടുവരണം എന്നായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ കൈ കൊണ്ട് വരച്ച് അങ്ങനെ ചെയ്തെടുത്തൊരു സാരിയാണ് തുളസി സാരി. അപ്പൊ അതിന്റെ കുറേ കളർ കോമ്പോ ചെയ്ത് നോക്കി. അപ്പൊ ഒലീവ് ഗ്രീനും മസ്റ്റർഡും അധികം എവിടെയും കണ്ടിട്ടില്ല കേരള സാരിയിൽ. നോർമൽ കേരള സാരി എന്ന് പറയുമ്പോൾ ഗോൾഡൻ കസവ്, ടിഷ്യൂ സാരി അങ്ങനെയൊക്കെ വരത്തുള്ളൂ. പിന്നെ പ്രിന്റ് ആണെങ്കിലും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രിന്റ്സ് മാത്രമേ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം തുളസി ചെയ്ത ബാക്കി എല്ലാ പൂക്കളും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ സാരി പാറ്റേണിൽ. എല്ലാം മുല്ല, സൂര്യകാന്തി എല്ലാം ഉണ്ട്. തുളസി ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതും ആ ഒരു നമ്മൾ ചെയ്തെടുത്ത ഒരു പാറ്റേണിൽ കണ്ടിട്ടില്ല. അങ്ങനെ കുറെ ആലോചിച്ചിട്ട് കുറെ രാത്രി സിൽവർ പ്രിന്റ് ഒക്കെയാണ് ഇപ്പോൾ നോർമലി വരുന്നത്, ടിഷ്യൂലൊക്കെയാ വരുന്നത്. പിന്നെ കൃഷ്ണന്റെ രാധയുടെയും ഇതൊക്കെയാണ് നോർമലി ഈ ഒരു സീസൺ ടൈമിൽ വരുന്നത്. അപ്പം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുത്തൊരു കാര്യമല്ല, കുറെ രാത്രികൾ കൊണ്ട് ചെയ്തെടുത്ത കാര്യമാണ്. അതും ഓണത്തിന് നമ്മൾ സീസണിന് പ്രിപ്പയർ ആവാന്ന് പറയുമ്പം ഓണത്തിന് ഒരാഴ്ച മുമ്പ് പ്രിപ്പയർ ആവാന്നുള്ളതല്ല. ഈ ഓണത്തിന് നമ്മൾ വിഷുവിന്റെ ടൈമിൽ പ്രിപ്പയർ ആവും. ഞാനിപ്പം ക്രിസ്മസിനുള്ള പ്രിപ്പറേഷനില്ല. വലിയ പ്രോസസ്സാണ് അത്. കാരണം ഇപ്പം നമ്മൾ പ്രിപ്പയർ ആയി നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് ഐറ്റം കയറ്റിയാലേ നമുക്ക് അന്നേരം നമ്മുടെ കസ്റ്റമേഴ്സിന് ടൈമിൽ കൊടുക്കാൻ പറ്റുള്ള ഐറ്റംസ്. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സാരി ട്രെൻഡ് ആവും എന്ന് ഫസ്റ്റ് ടൈം തന്നെ ചിന്തിച്ചിട്ടാണോ ലാസ്റ്റ് ടൈമിലോട്ട് പ്രൊഡക്ഷൻ എത്തിക്കുന്നത്? ട്രെൻഡ് ആവുന്ന ഉറപ്പുള്ള സാരീസ് മാത്രമേ ഞാൻ ഡിസൈൻ ചെയ്തെടുക്കാറുള്ളൂ. എനിക്കറിയില്ല അതെന്താ അങ്ങനെ ആവാറുള്ളൂ. അങ്ങനെ ആവാറുള്ളൂ. കാരണം ഞാൻ സാരി കണ്ടപ്പോൾ എനിക്കും കാണുമ്പോൾ നല്ല ഭംഗി തോന്നും. കാരണം പ്രിന്റും അങ്ങനത്തെ ഒരു ഭംഗിയായിട്ടുള്ള. അപ്പം അതിന് വേറൊരു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രസന്റേഷൻ സ്റ്റൈലും കൂടി നോക്കും. പ്രസന്റേഷൻ സ്റ്റൈൽ മാത്രമല്ല, എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ 100% പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം അതിപ്പം ഈ ഒരു സാരി ചെയ്താലും, ഈ സാരി ഞാൻ ആദ്യം ഇതിന്റെ സാമ്പിൾ എനിക്ക് തോന്നുന്നു ഒരു 12 തവണ ഇതിന്റെ സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് കൊൽക്കത്തയിലാണ്. ഇത് അവിടെ നിന്ന് ഒരു തവണ ചെയ്യും, ഇങ്ങോട്ട് അയക്കും. അപ്പോൾ ഒരു 4-5 ദിവസം എടുക്കും. എനിക്കത് ഇഷ്ടമായില്ല, പിന്നെ അവർ ചെയ്യും, 7 ദിവസം എടുക്കും. പിന്നെ ഇങ്ങോട്ട് അയക്കാം 5 ദിവസം എടുക്കും. അപ്പൊ അത്രയും ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സാരി പോലും ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പെർഫെക്ഷൻ എപ്പോഴും നിർബന്ധമാണ്. അപ്പം അങ്ങനെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഉറപ്പുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കിന് എന്തായാലും ഒരു ഫലം കിട്ടും. നമ്മൾ അത്ര ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യം എന്തായാലും സക്സസ് ആവും. ഓണത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത്? ഇനി വരുന്ന ഓണം ഓണത്തിന് തിരുവോണം വരെയും നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐറ്റം. അത്രയും നമ്മുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് പെർ ഡേ 2 സാരീസ് വെച്ച് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അത് കഴിഞ്ഞ ഓണത്തിന് ഇട്ട് തീർന്നു ഞങ്ങൾക്ക് ആ പേരൊക്കെ. ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതെന്ന് വെച്ചാൽ സാരിക്ക് മാച്ച് ആവണം, കുറച്ച് ക്ലാസിക് ആയിട്ടുള്ള പേരായിരിക്കണം. അങ്ങനെയുള്ള പേരൊക്കെ വെച്ചിട്ട് പൗർണമി, പിന്നെ കാർത്തികയുണ്ട്, കസവ്, മദ്രാസ് കസവ്. അത് മദ്രാസ് ചെക്കിന്റെ കേരള സാരിയാണ്. അപ്പൊ കേരള സാരിയും അതും കൂടി വരുമ്പോ മദ്രാസ് കസവ്. അങ്ങനെ ആ സാരിയോട് കൂടി ചേരുന്നോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ നോക്കും. ശുഭം,
പിന്നെന്താ, പിന്നെ ഒരു ഫാൻസി സാരി ഉണ്ടായിരുന്നു, എല്ലാം ബ്ലാക്ക് ആയിരുന്നു, ടച്ചിങ് ആവുന്ന ഒരു പേരുകളായിരിക്കും അല്ലേ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ റിലേറ്റ് ചെയ്യണം. റിലേറ്റ് ചെയ്യുന്ന. ഒരു നല്ലൊരു ഫാൻസി സാരി ആയിരുന്നു, ബ്ലാക്ക് കളർ. അതിന് മിഡ് നൈറ്റ് എന്നായിരുന്നു പേര് കൊടുത്തത്. അങ്ങനെ റിലേഷൻ അത് റിലേറ്റഡ് ആവുന്നുണ്ടോന്നും കൂടി നോക്കിയിട്ടാ, ചുമ്മാ പേരിട്ട് പോകുന്നതല്ല. റിലേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമർ ഒരു സാരി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ ഒരു ഷോപ്പിൽ നിന്നല്ല കേട്ടോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കാരണം വളരെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസും ഇതൊക്കെ ആയിരിക്കും കാണുന്നത്. ചിലപ്പോൾ അത് കോപ്പി ചെയ്തായിരിക്കും, വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ട് ഇട്ടായിരിക്കും. അങ്ങനെ വലിയൊരു ബ്രാൻഡിന്റെ ആയിരിക്കും ഇവിടെ ഇട്ടുണ്ടാവുക. പക്ഷെ ഈ വരുന്ന സംഭവം നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഇത്രയും കളറോ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു കസ്റ്റമർ? ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ പരാതി വരുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സാരീസിന്റെ ഫോട്ടോസിൽ നിന്ന് ഞങ്ങളുടെ ലോഗോ മാറ്റിയിട്ട് ഈവൻ ഫ്ലിപ്കാർട്ടിന്റെ ഒഫീഷ്യൽ ഇതില് സ്റ്റോറിയിൽ വരെ, അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ വരെ ഞങ്ങളുടെ ആ ഫോട്ടോ ഉണ്ട്, 350 രൂപ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടടിച്ചത്. അത് കസ്റ്റമേഴ്സാ ഷെയർ ചെയ്തിരുന്നത്, ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഫോട്ടോ. അപ്പം ഫ്ലിപ്കാർട്ടിലും മീഷോയിലും എല്ലാം ആൾക്കാർ ഇതുപോലെ വെൻഡേഴ്സ് കൊണ്ടുപോയി ഇടും. അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് വായിച്ചു നോക്കുക, റിട്ടേൺ റീഫണ്ട് എക്സ്ചേഞ്ച് പോളിസി വായിച്ചു നോക്കുക. മെയിൻ ആയിട്ട് വായിച്ചു നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അതില്ലെങ്കിൽ മേടിക്കരുത്, അതുണ്ടെങ്കിൽ മാത്രം. കാരണം ഇപ്പൊ ഒത്തിരി ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഓൺലൈൻ ബ്രാൻഡ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവരുടെ റിട്ടേൺ പോളിസി എന്താണെന്ന് ആദ്യം അറിയാം, റീഫണ്ട് പോളിസി എന്താണ്, എക്സ്ചേഞ്ച് പോളിസി എന്താണെന്ന് വായിച്ചു നോക്കുക. പലരും പറയും, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എഴുതിയിട്ടുണ്ടാവും, നോ റിട്ടേൺ, നോ റീഫണ്ട്, നോ എക്സ്ചേഞ്ച്. നിങ്ങളിത് മേടിക്കുമ്പോൾ വായിച്ചില്ലല്ലോ. ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പല വേറെ പേജിൽ നിന്നും വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരിങ്ങനെ മേടിച്ചു കഴിഞ്ഞിട്ട് അവരിപ്പോ ഇങ്ങനെയാ പറയുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്താ മോള് ചെയ്യേണ്ട, അവർ പൈസ തരുന്നില്ലല്ലോ. ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ചേച്ചിക്ക് പൈസ തിരിച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വേറെ സൈറ്റിൽ നിന്ന് എന്റെ കസ്റ്റമേഴ്സിന് സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഇല്ലാത്തത്. എനിക്ക് അതിലൊന്നും യാതൊരു ഇതില്ല, എനിക്ക് അവരുടെ ആഗ്രഹം നടക്കണമെന്നേ ഉള്ളൂ. വേറൊരു കസ്റ്റമർ ഇതുപോലെ വന്നിട്ട് അവർക്കൊരു സാരി ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഇത് കൊണ്ടുവരാൻ പറ്റുമോന്ന്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എന്റെ ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ അവർക്കാണെങ്കിൽ ഭയങ്കര ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് തരാം, എന്നിട്ട് അവർക്ക് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു, അവരുടെ നെയിം വെച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് ഞാനത് ഓർഡർ ചെയ്ത് കൊടുത്തു. എനിക്ക് വേറൊരു സൈറ്റിൽ നിന്ന് അവർ സാധനം മേടിക്കാൻ പാടില്ല എന്നോ അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല, അവർക്ക് ബെസ്റ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. ഇതില് ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഒരു പർച്ചേസിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു പുതിയൊരാൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അവർക്കത് കിട്ടാനായിട്ട് എങ്ങനെയാണ് അത് കോണ്ടാക്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവരൊരു ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? നമുക്കിപ്പം സെയിൽസിലേക്കും കസ്റ്റമർ ടീമിലേക്കും നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, അവരെ ആയിരിക്കും അവരാദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടി വരിക. എന്നിട്ട് നോർമലി ഇപ്പം ഹോൾസെയിലേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, മിനിമം ഇത്ര നമ്പർ ഓഫ് സാരീസ് എടുക്കണം. അത് എന്ന് വെച്ചാൽ ഒറ്റ കളറിൽ ഒരു സിംഗിൾ പീസ് ഇത്ര എണ്ണം. പക്ഷെ നമുക്ക് അങ്ങനെയില്ല, 20 എണ്ണം അല്ലെങ്കിൽ 15 എണ്ണം നമ്മൾ പറയും, അവർക്ക് ഇഷ്ടമുള്ള സാരി എടുക്കാം. ടോട്ടലിന്ന് എടുത്താൽ മതി, ബൾക്കായിട്ട് മീൻസ് സിംഗിൾ പീസ് ആയിട്ട് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കണം എന്നല്ല. ഈ ടോട്ടൽ ഉള്ള കളക്ഷൻസിൽ നിന്ന് ഒരു 15 പീസ് അല്ലെങ്കിൽ 20 പീസ് എടുക്കുക, അതാണ് നമ്മൾ പറയുന്ന ഹോൾസെയിൽ. മിനിമം അത്ര എടുക്കുക, അത്രേ ഉള്ളൂ. 6 7 എടുക്കുന്നവരുണ്ട്, അവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ നമ്പേഴ്സ് കുറച്ച് കൊടുക്കും. ആ എടുക്കുന്ന ടോട്ടലിൽ നിന്നായിരിക്കും നമ്മൾ ഹോൾസെയിൽ പ്രൈസ് അവർക്ക് പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് സാരി വെറൈറ്റീസ് ഉണ്ട്, കുത്താമ്പുള്ളി സാരി, അതൊക്കെ ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പേരിലാണല്ലോ, ഈ ബ്രാൻഡിങ് ആണ് എവിടെയും വിജയിച്ചു പോകുന്നത്. അപ്പോൾ കുത്താമ്പുള്ളി സാരി, ബാലരാമപുരം സാരി, അതുപോലെ വേറെ കേരളീയ തനിമ എന്ന് പറയുന്ന കൈത്തറി സാരികൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്നതിൽ മുഴുവൻ ഹാൻഡ്ലൂം എന്ന് മാറിയിട്ട് പവർലൂംസ് ആണ്. നമ്മൾ പോലും അറിയില്ല ഇത് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ. സാധാരണക്കാരൻ രണ്ടും വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ ചെയ്യാറുണ്ടോ? മീൻ ഇത് കോട്ടൺ ആണ് എന്ന് പറഞ്ഞാൽ ആ കോട്ടൺ തന്നെയാണ്, പ്യൂർ കോട്ടൺ ആണ് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഹാൻഡ്ലൂമും മെഷീൻ ലൂമും കണ്ടാൽ മനസ്സിലാവും. അതിപ്പോ നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിനെ പറഞ്ഞ് പറ്റിച്ച് സാധനം കൊടുക്കത്തില്ല. നമ്മളെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഹാൻഡ്ലൂം ആണെങ്കിൽ ഹാൻഡ്ലൂം ആണ്, മെഷീൻ ലൂം ആണെങ്കിൽ മെഷീൻ ലൂം ആണെന്ന് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇനി മെഷീൻ ലൂം ആണെങ്കിലും അതിലും നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷന് നമ്മൾ
പ്രിസർവ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സാരി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആ ഒരു കേരള തനിമത്വം അതിലേക്ക് ടച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഓരോ സാരീസിൻ്റെയും ഡിസൈൻസ് ചെയ്യുന്നത്. ഓണത്തിനെല്ലാം എല്ലാ കളക്ഷൻസ് എടുത്ത് നോക്കിയാൽ അറിയാം. മെഷീൻ ലൂം ആണെങ്കിലും എല്ലാം ആ ഒരു രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഈ സ്പെഷ്യൽ ഒക്കേഷൻസ്, കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാടുണ്ട്. കല്യാണം തന്നെ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒക്കേഷൻസ് അതിൽ തന്നെ വരും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഓർഡർ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ഇതിലാണോ നിങ്ങൾ ചെയ്യുന്നത്? ഓക്കെ, ഈ പെൺകുട്ടിക്ക് ഇന്ന ഇതുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അവരെ കുറിച്ച് തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനായിരിക്കില്ല നമ്മൾ ആയിരിക്കരുത് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു വ്യക്തി, ആ സാരി ധരിക്കാൻ പോകുന്ന വ്യക്തി ആരാണ്, അവരുടെ ഇഷ്ടത്തിനായിരിക്കണം നമ്മൾ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കേണ്ടത്. അവരുടെ മൈൻഡിലൊരു സങ്കല്പമുണ്ട്, നമുക്ക് അവരെ സഹായിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ മൈൻഡിലുള്ള സങ്കല്പം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടാഗ് ലൈൻ വി യുവർ ഡ്രീംസ്, അവരുടെ സ്വപ്നമാണ് ഞങ്ങൾ നെയ്ത് കൊടുക്കുന്നത്. അവർ പറയും, നമ്മൾ ചെയ്തു കൊടുക്കും. ഒരുപാട് അങ്ങനത്തെ മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും നമുക്ക് എന്താ പറയാ, എന്നെ ഞാനാക്കിയ കുറെ നിമിഷങ്ങളായിരുന്നു അത്. ഒന്നും കൂടി സ്ട്രഗ്ലിംഗ് പീരീഡിലോട്ട് പോകാം. എന്താണ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ പലതരം നമുക്ക് നിർബന്ധങ്ങളോട് സ്ട്രഗിൾ ഉണ്ടാവാം. ഇന്ന രീതിയിൽ നീ പോവാവും, അല്ലെങ്കിൽ നിങ്ങൾ പോവാവും, അങ്ങനെയൊക്കെയുള്ള സ്ട്രഗിൾ വരും. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇതൊന്നും വിചാരിച്ചത് നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരാള് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ കിട്ടുന്ന ബാക്കി പത്രങ്ങളാണ് അതൊക്കെ, അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ് അതിനെ കുറിച്ചിട്ട്, ആ സ്ട്രഗിൾസിനെ കുറിച്ചിട്ട്? സ്ട്രഗിൾസ് നമ്മുടെ സൊസൈറ്റിയിൽ എത്രയൊക്കെ ഇപ്പം ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് വിമൻസ് ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം സക്സസ്ഫുൾ ആണ്. നമുക്കിപ്പോൾ തെളിയിക്കേണ്ട കാലം കുറഞ്ഞു വരുവാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ചിന്താഗതി ഉണ്ട്. എന്തൊക്കെ ബിസിനസ് ചെയ്തു എന്ന് പറഞ്ഞാലും അതിൽ ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റില്ല, അവർക്ക് ബിസിനസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ അവള് താനെ പൂട്ടി വീട്ടിൽ വന്നിരുന്നില്ലെങ്കിൽ വേറെ വല്ല ജോലിക്കും പൊക്കോളും. അങ്ങനെ വിചാരിക്കുന്ന അവിടെയാണ് തെറ്റ്. അപ്പം അങ്ങനെ വിചാരിക്കുന്നവരുടെ അടുത്തൊക്കെ എനിക്ക് തിരുത്തി പറയണമായിരുന്നു അല്ല എന്നുള്ളത്. ഇപ്പം എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കെന്താ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് എനിക്കറിയാം. അതെനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനറിയാം. അതാണ് ചേഞ്ച്. അത് എന്നെ നേരത്തെ തിരുത്താൻ വന്നവർ, എനിക്ക് പറ്റിയതല്ല ബിസിനസ്, അല്ലെങ്കിൽ എൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് എൻ്റെ ഒരു മാറ്റം. എനിക്ക് അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു മനോഭാവം കാര്യമൊന്നുമില്ല. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും സ്ട്രോങ് ആയതും ഇത്രയും സക്സസ് ആയതും. ഒരു ചെറിയൊരു പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ 1 ഇയർ എന്ന് പറയുന്നത്. ഈ 1 ഇയറിനുള്ളിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സാരി നെയ്തെടുക്കാനുള്ള ഒരു ടൈം പോലും ചിലപ്പോൾ 5-6 ദിവസം എടുക്കും, അല്ലെ? അപ്പം 5-6 ദിവസം കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാൽ 1 വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയ പീരീഡാണ്. ഈ ചെറിയ പീരീഡിനുള്ള ഇത്രയും വലിയ ഫാമിലി ഉണ്ടാക്കി, ആ ഒരു ഫാമിലിനെ ക്രിയേറ്റ് ചെയ്തു, അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നമ്മുടെ വീട്ടിലെ 4 പേരെ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഈ 80K എന്ന് പറയുന്ന ആ ഒരു വലിയ നമ്പറിലോട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ ഡെയിലി മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നു? കാരണം നമുക്ക് കുടുംബമുണ്ട്, അപ്പോൾ അവരെ നോക്കണം, ഈ സൈഡിൽ ബിസിനസ് ഉണ്ട്, അതിനപ്പുറത്ത് സ്റ്റാഫുകളുണ്ട്, മറ്റൊരു സ്ഥലത്ത് നിന്ന് പരാതികളുണ്ട്. അതൊക്കെയാണല്ലോ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പം ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. കാരണം നമ്മുടെ പെൺപെട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാഫ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്, പിന്നെ നമ്മുടെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫാമിലി ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ച് നമ്മൾ വിശ്വസിച്ച ഒരു പ്രൊഡക്റ്റ് അവരുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു മെമ്മറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാമിലീസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി എനിക്ക് നോക്കണം എന്ന് പറയുമ്പം ഞാൻ കുറേ ചുമതലകൾ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. എനിക്ക് നാളെയും ഇനിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മുമ്പോട്ട് പോകണം എന്നുള്ളൊരു കാര്യം എൻ്റെ മൈൻഡിലോട്ട് വരുമ്പോൾ അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മുമ്പോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഏറ്റവും നല്ല മൊമെന്റ് പലതും ഉണ്ടായിട്ടുണ്ടാവാം. ഒരു കസ്റ്റമർ വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നതായിരിക്കാം. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാൻ പറ്റുമോ? കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അധികം ഡേയ്സ് കുഞ്ഞിന് വയ്യാണ്ടിരുന്നു. എനിക്ക് ഡിപ്രഷന്, മൈഗ്രെയിൻ എല്ലാം കൂടി ഒരുമിച്ചായിട്ട് എനിക്കൊരു 1 വീക്ക് കസ്റ്റമേഴ്സിന് അറിയാം. ഇത്ര ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോസ് വന്നില്ലെങ്കിൽ ആ സമയത്തൊക്കെ മൊബൈലും നമ്മുടെ
സ്റ്റാഫില്ലായിരുന്നു. അന്നേരം ഞാനാ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടും സെയിൽസൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. രാത്രിയിലും രാവിലെയൊക്കെ ഇരുന്ന് മെസ്സേജ് അയപ്പായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജ് അയപ്പ് തുടങ്ങി. വീഡിയോസ് കാണുന്നില്ലല്ലോ, എന്ത് പറ്റി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ. അപ്പം അതിലൊരു ചേച്ചി, പ്രസന്ന ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി മോളെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല ചേച്ചി, കൊച്ചിന് വയ്യ. കൊച്ചിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. പിന്നെ പേര് പറഞ്ഞു. നക്ഷത്രം എന്താന്ന് ചോദിച്ചു. നക്ഷത്രം പറഞ്ഞു കൊടുത്തു. അന്ന് വൈകിട്ട് ചേച്ചി എനിക്കൊരു സ്ലിപ്പ് അയച്ചു. അമ്പലത്തിൽ അവളുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ചതിൻ്റെ. അപ്പം ഞാൻ ഈ ഫാമിലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരത്രയും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളെ. അത് മതി. അതാണ് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, കൊണ്ടു നടക്കാൻ തോന്നുന്നു. അത് ഞാനിങ്ങനെ പിക്ചർ ചെയ്തായിരുന്നു, ചേച്ചി അവിടെ പോയി അവളുടെ പേരില് പുഷ്പാഞ്ജലി കഴിപ്പിച്ചതൊക്കെ. ഇതേപോലെ തന്നെ ചോദിക്കാം, നേരെ തിരിച്ചും ചോദിക്കാം. ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയും ചിലപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇത്രയും സംസാരിച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയാൻ മാത്രം ഉണ്ടാവാണ്ടിരിക്കില്ല. കാരണം ബിസിനസ്സാണ്, നമുക്ക് സക്സസ് മാത്രം ആവണമെന്നില്ല, ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റണമെന്നില്ല, എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആവണമെന്നില്ല. നമ്മളിപ്പം ഞാൻ ഈ കൊടുത്തേക്കുന്നത് 120 മൾക്കോട്ടനാണ്. ഈ ഒരു മെറ്റീരിയൽ എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യണമെന്നില്ല, എല്ലാവർക്കും പട്ടുസാരി ഇഷ്ടമാവണമെന്നില്ല. അപ്പം ഫോട്ടോയിൽ കണ്ട് മേടിച്ചിട്ട് അവിടെ എത്തുമ്പോൾ അവർക്ക് ആ മെറ്റീരിയൽ ഇഷ്ടമായിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പെൺപട്ടിന്റെ ഫ്യൂച്ചർ എന്താണ്? പെൺപട്ടിൻ്റെ ഫ്യൂച്ചർ ഇപ്പം നമുക്ക് കേരളത്തിൽ ഒരു ഓഫ്ലൈൻ സ്റ്റോറും പിന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറും ആണുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ പാൻ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമുക്ക് ലോകത്ത് മൊത്തത്തിലുള്ള മലയാളീസിന് പെൺപെട്ട് എത്തിക്കാൻ പറ്റണം. ഓൾ ഇന്ത്യയിൽ നമുക്ക് കുഞ്ഞിതായിട്ടുള്ള നമ്മുടെ സ്റ്റോർ, ഓഫ്ലൈൻ സ്റ്റോർ ഇടാൻ പറ്റണം. അതിലൂടെയിട്ട് നമുക്ക് കുറേയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. എനിക്ക് കൂടുതൽ പെൺപെട്ടിന് കൂടുതൽ വിമൻസിനെ ഇൻസ്പയർ ചെയ്യണം, എംപവർ ചെയ്യണം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരണം. ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ല എല്ലാവരും ഇപ്പോൾ പുറത്തുനിന്നുള്ള എല്ലാവരും കാണുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ്. അപ്പം അവർ വിളിച്ച് പറയാറുണ്ടോ, അയ്യോ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചാൽ? അയ്യോ, നമ്മൾ ഏറ്റവും കൂടുതൽ സീസൺ ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരുടെ ഓർഡർ ആട്ടോ. അവരുടെ ഓർഡർ എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹമാണ്. ഇവിടത്തേക്കുള്ള ആഘോഷം അവിടെയാ അല്ലേ? അതെ, അവരിങ്ങനെ പറയും എങ്ങനെയാലും ഒന്ന് അയച്ചു തരാൻ പറ്റും. പക്ഷെ നമുക്ക് സമയം ഇല്ല അതിന്റെ പുറകെ നിൽക്കാൻ വേണ്ടിയിട്ടേ. കാരണം ഇവിടത്തെ ഓർഡേഴ്സ് തന്നെ നമുക്ക് അത്രയും ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അത്രയും വരുന്നുണ്ട്. നമ്മളെ ഇപ്പോൾ ഉള്ള സ്റ്റാഫ് മതിയാവാത്തൊരു സാഹചര്യമാണ് ഇപ്പം നമുക്ക്. അപ്പം ഇപ്പം ഇന്റർനാഷണൽ കൂടി ഈ ഒരു സീസൺ ടൈമിൽ എടുക്കുക എന്നുള്ളത് നമുക്ക് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം മെസ്സേജ് കാണുമ്പോൾ സങ്കടം തോന്നും, പക്ഷെ ഇറങ്ങി ചെല്ലാനുള്ള ഒരു സമയം ഇല്ല. അതിലേക്ക് കൂടിയിട്ട് വിഷമം തോന്നും. നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഇതിൽ പലരും ചിലപ്പോൾ ചോദിച്ചു കാണും, ചേച്ചി ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ബ്രാൻഡിങ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നൊക്കെ ചിലപ്പോൾ സംസാരത്തിൽ ഇത്രയും ഈ ഒരു വർഷത്തിനിടയ്ക്ക് പലരും സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു എംപവർമെന്റ് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതിനുപരി ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ എൻ്റെ പെൺപെട്ട് തുടങ്ങിയ അന്ന് തൊട്ട് നമ്മുടെ GST രജിസ്ട്രേഷൻ്റെ അന്ന് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിരുന്നു. ഞാനൊരു സ്റ്റോറി ടെല്ലിംഗ് പോലെ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറേ പേർക്ക് എനിക്ക് എന്താ ഒരു പ്രോപ്പർ വേ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നേക്കാളും അത് ഇൻസ്പയർ ചെയ്യാം ഒരാൾക്ക്, പക്ഷെ അത് എങ്ങനെ റൂട്ട് എന്നുള്ളത് അറിയില്ലെങ്കിൽ അത് കാര്യമില്ല. അപ്പൊ ആ റൂട്ടും കൂടി പറഞ്ഞു കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഈ പെൺപട്ടിന്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്. അവരെല്ലാവരും ഈ പെൺപട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതില്ലേ സാരികളുടെ വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറൻസ് എന്താന്നൊക്കെ മൈന്യൂട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതി, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാറുണ്ടോ? ഓപ്ഷൻസ് ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രശ്നമില്ല അല്ലേ? ഓക്കെ, കാരണം ഒരു കല്യാണത്തിനൊക്കെ കളേഴ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാ, അവര് പറയുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് എറണാകുളത്ത് വന്ന് ബിസിനസ് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ സക്സസ് ആയി. എന്നാൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല, പാഷൻ കൊണ്ട് മാത്രം വരച്ച് ഡിസൈൻ ചെയ്ത്
കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് സാധിച്ചത്? ആം, ഈ പറഞ്ഞ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എനിക്കിത് തെളിയിക്കണം എന്നുള്ളത് കാസർഗോഡ് നിന്ന് വരുന്ന സമയത്തുണ്ടായിരുന്നല്ലോ. അത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട്. എനിക്ക് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പേജൻസിലും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു കാര്യം, ഉറക്കത്തിൽ കാണേണ്ട എല്ലാ സ്വപ്നം മറിച്ച് നിങ്ങളുടെ ഉറക്കം കളയുന്നതാണ് സ്വപ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ അതെൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്കൊരു ബ്രാൻഡ് തുടങ്ങിയിട്ട് ഞാൻ മറ്റുള്ളവരുടെ സാരി അതിൽ കൊടുക്കുന്നതിലും നല്ലത് എൻ്റെ ഓൺ ഡിസൈൻസും എൻ്റെ ഓൺ പ്രൊഡക്ഷനിൽ ഞാൻ ചെയ്തെടുക്കുന്ന സാരീസ് കൊടുക്കുന്നില്ലേ. അങ്ങനെ ഒരു തോട്ട്. ഇനി ഭാവിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ സാരി മാത്രമല്ലാതെ ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈ പെൺപെട്ടിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്, ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. പെൺപെട്ടായിട്ട് തന്നെ പോകും. വേറെ ബ്രാൻഡ്സ് കൊണ്ടുവരുന്ന കാര്യം പ്ലാനിങ്ങിലുണ്ട്. റൈറ്റ് നൗ പെൺപെട്ടാണ് ഫോക്കസ്. ഞങ്ങളുടെ സെക്കൻഡ് ബേബിയാണ്. കുട്ടികളൊക്കെ? ഒരു മോള്. അല്ലേ? എത്ര വയസ്സായി? അവൾക്ക് ഇപ്പൊ 2.5 വയസ്സ്. 2.5 വയസ്സ്. അപ്പോൾ ഈ 2.5 വയസ്സുള്ള ഒരു ബേബിനെ അവിടെ വെച്ചിട്ടാണ് ഇത്രയും വലിയ ബിസിനസ് ഇതിലോട്ട്. അതിൽ പറയേണ്ടത് അവളാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ട്. കാരണം എനിക്ക് ഷൂട്ട് എന്ന് വെച്ചാല് നമ്മള് ചില ദിവസം ഇത്രയും പ്രൊഡക്ട്സ് ഒരുമിച്ച് വരുമ്പം രാവിലെ തുടങ്ങും ഷൂട്ട്, 6 മണിക്ക് ഷൂട്ട് തുടങ്ങും. വൈകിട്ട് തീരുമ്പം ഒരു 9:30, 10:30 വരെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഡിറ്റിങ്ങിലിരിക്കും. കാരണം അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് മേടിച്ചില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മടി കയറും. 2 ദിവസം കഴിയട്ടെ എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പം മൊത്തത്തിലുള്ള പ്ലാനിങ് തെറ്റും. അതുകൊണ്ട് അന്ന് ആ ഷൂട്ട് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ എഡിറ്റിങ്ങിലോട്ട് കയറും. രാവിലെ ഒരു 4:30 അല്ലെങ്കിൽ 5:30 വരെ ഇരുന്നിട്ട് അന്ന് ചെയ്ത ഷൂട്ടിന്റെ മൊത്തം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഔട്ട് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുള്ളൂ. അതുവരെയും കൊച്ചവിടെ ഇരുന്നോളും. അവള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാണ്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത്രയും കഷ്ടപ്പെടുന്ന അമ്മയാണ്, അതുകൊണ്ട് അവളുടെ സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ബ്രാൻഡുകളുടെ സാരീസിന്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, ഇതിനൊക്കെ വില നിശ്ചയിക്കുന്ന സമയത്ത് ഇത് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ, ആ ഒരു ഫീൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളിപ്പോ ആദ്യത്തെ ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ട്. അന്നേരം എനിക്ക് വിലയിടാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളത് പഠിച്ചു. നമ്മൾ ചുമ്മാ വിലയിടുന്നതല്ല, വെറുതെ ലാഭം മാത്രം നോക്കി പോകുന്നതല്ല. അതിന്റെ പിന്നിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ഇപ്പം മാർക്കറ്റിങ്ങിനാണെങ്കിൽ, ഇതിന്റെ പാക്കിങ്ങിനാണെങ്കിൽ, ഇതിന്റെ എക്സ്പോർട്ടിങ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്നതിന്, ഇവിടുന്ന് കസ്റ്റമേഴ്സിന് അയക്കുന്നതിന്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിനൊരു വിലയിടാൻ പറ്റുള്ളൂ. അതൊരിക്കലും കൊള്ളലാഭം ആവരുത്. ഇപ്പൊ ഇത്ര പെർസെൻറ്റേജ് എന്നുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് വിലയിടാൻ അറിയില്ലായിരുന്നു, ഓപ്പൺലി പറയാം. പിന്നെ ഞാൻ അതൊക്കെ പഠിച്ചെടുക്കുക ചെയ്തത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പെൺപെട്ടിന് കഴിയട്ടെ. പെൺപെട്ടിന് മാത്രമല്ല, ഇനി വരുന്ന ബ്രാൻഡിനും കഴിയട്ടെ. അതുപോലെ തന്നെ ഫാമിലി വലിയൊരു ഫാമിലിയിലോട്ട് മാറണം. അതുപോലെ ഫ്യൂച്ചറിൽ ഇതേപോലെ വീണ്ടും നമുക്കൊന്നും കൂടി ഇരിക്കാനുള്ള അവസരം കിട്ടും. എന്തായാലും വളരെ നന്ദി, താങ്ക് യു. ഞങ്ങളുടെ ടൗൺ ഹൗസിൽ കുറച്ച് നേരമാണെങ്കിലും വളരെ നന്നായിട്ട് സംസാരിച്ച് ഒരു ഇൻസ്പയറിങ് സ്പീച്ച് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റി. കാരണം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു നല്ലൊരു ഭാഗം അനുഭവം ചെയ്തു. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.